ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സിൻ്റെ ഇപ്രാവശ്യം നടന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാം ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുള്ള ആദ്യത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. അതായത് 50 minutes is given as school of time. Read the questions carefully during this time. Attempt any 6 activity from the activities given. അതായത് മൊത്തം 8 പ്രവർത്തനങ്ങളായിരിക്കും, 8 ആക്ടിവിറ്റീസ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂട്ടുകാർക്ക് അറിയാവുന്ന 6 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അതുപോലെ തന്നെ 15 മിനിറ്റ് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിനി ഓരോ ചോദ്യങ്ങളായി നോക്കാം. ആക്ടിവിറ്റി 1. ഇപ്പോൾ ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് 101 × 102 = 1302. അനലൈസ് ദ ഓപ്പറേഷൻ ഗിവൺ ബിലോ. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നത്, അതായത് 101 × 102 എന്ന് പറയുന്നത് 10302 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ താഴെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ ഓപ്പറേഷൻസ് ഹാവിങ് ദ സെയിം പ്രോഡക്റ്റ്. അപ്പോൾ അതായത് അതൊക്കെ ഇൻഡ്യൂ ചെയ്തിട്ട് നിങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും 2 എണ്ണം. അതായത് സെയിം ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? അതായത് അത് സെയിം ആയി വരുന്നത് ഓപ്ഷൻ, അതായത് അതിൽ എയും ഡിയുമാണ് സെയിം ആൻസർ വരുന്നത്. അപ്പോൾ എയും ഡിയും എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ദ ലീസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ഇൻഡ്യൂ ചെയ്ത് നോക്കുക എല്ലാതും. അതിനുശേഷം ഇതിന് ഉത്തരം എഴുതുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ അതിൽ ലാർജസ്റ്റ് പ്രൊഡക്റ്റ് സിയും അതുപോലെ തന്നെ ലീസ്റ്റ് പ്രൊഡക്റ്റ് ഇയും. അപ്പോൾ സിയും ഇയുമാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ദെൻ അതിൽ ഇനി സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് when 101 is multiplied by a particular number we get 1330.2. ഫൈൻഡ് ദ നമ്പർ ഫ്രം ദ ഫോളോയിങ്. അതായത് 101 ഏതോ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്പറിൻ്റെ കൂടെ ഇൻഡ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1030.2 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഉത്തരം കിട്ടുന്നത് താഴെ കൊടുത്തതിൽ ഏതാണെന്നാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? സി ആണ്. അതായത് 10.2 പെർട്ടിക്കുലർ ആയിട്ട് 101 കൂടെ ഇൻഡ്യൂ ചെയ്തതാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ആൻസർ കിട്ടുന്നത്. Then activity 2 എന്ന് പറയുന്നത് a question. The sides of a rectangle having perimeter 40 cm are in the ratio 1:3. What is the area of rectangle? അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര? 40 cm എന്ന്. അതുപോലെ തന്നെ അതിൻ്റെ റേഷ്യോ എന്താണ് കൊടുത്തിട്ടുള്ളത്? 1:3 ആണെന്ന്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ L/B എന്ന് എഴുതാം. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് 5 cm ആണ്. അതായത് 1:3 എന്ന് നമുക്ക് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ലെങ്ത്ത് 5 cm ആണെന്നും ബ്രെഡ്ത്ത് 15 cm ആണെന്ന് കിട്ടും. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യാം? അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് എഴുതിയിട്ട് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതാം. അതിനുശേഷം എന്താ 5 × 15 ചെയ്താൽ നമുക്ക് 75 എന്ന് കിട്ടും. 75 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 75 സ്ക്വയർ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഇതിന് അടുത്തത് ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ ഓഫ് ഏരിയ ഓഫ് സ്ക്വയർ വിത്ത് സെയിം പെരിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ അതായത് ഏരിയ ഓഫ് റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ ഓഫ് സ്ക്വയറിൻ്റെയും ഇതേ റേഷ്യോ വെച്ചിട്ടാണ്, ഇതേ സെയിം പെരിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് അതായത് 3:4 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. ദെൻ സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെൻറ്റ് ഷോ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ ഇൻ ദ റേഷ്യോ 3:2. അതായത് 3:2 എന്ന് പറയുന്ന റേഷ്യോ താഴെ കൊടുത്തതിൽ ഏത് മെഷർമെൻ്റ് ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഡി ആണ്. അതായത് ലെങ്ത്ത് 6 cm ബ്രെഡ്ത്ത് 4 cm. അപ്പോൾ അത് ചെറുതാക്കുമ്പോൾ 3:2 എന്നാണ് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ആക്ടിവിറ്റി 2 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. And activity 3, identify similar operations in the second column that matches those the first column. അതായത് ഫസ്റ്റ് കോളവുമായി മാച്ച് ചെയ്യുന്ന സെക്കൻഡ് കോളത്തിലെ ഓപ്പറേഷൻ സിമിലർ ആയിട്ടുള്ളത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് എന്താണ് 125 - 75 - 25 എന്ന് പറയുന്നത് എന്താണ്? 125 - 75 + 25. അപ്പോൾ അതിന് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതായത് x - y - z - y = x - y + z
അങ്ങനെ പറയുന്ന ഇക്വേഷനൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക നോട്ട്ബുക്കിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതിങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. അതായത് 125 - 75 - 25 എന്ന് പറയുന്നത് 125 - 75 + 25 എന്നതാണ് സിമിലർ ഓപ്പറേഷൻ. അതുപോലെ തന്നെ 125 + 75 - 25 എന്ന് പറയുന്നത് എന്താണ്? 125 + 75 - 25 എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ 125 + 75 + 25 എന്ന് പറയുന്നത് 125 + 75 + 25 എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇക്വേഷനൊക്കെ വെച്ചിട്ടൊന്ന് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which among the following denotes the algebraic form of 3 times a number added to 4 times the same number. അതായത് ഓൾജിബ്രിക് ഫോം എഴുതാനാണ്. അപ്പോൾ അതായത് എന്താണ്? 3 ടൈം ഒരു നമ്പർ 4 ടൈം സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താണ് വരുന്നത്? അതായത് 4 എന്ന നമ്പർ 4x + 3x എന്നാണ്. അതായത് 4 ടൈം എന്താണ് 3 ആഡ് ചെയ്യുക. അതായത് അങ്ങനെ ചെയ്യുമ്പോൾ 4x + 3x എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. Then activity 4, write the products of the numbers 5 to 10 as the product of the powers of prime numbers. അതായത് 10ഉം 5 to 10 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വരുന്ന പവേഴ്സ് ഓഫ് പ്രൈം നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് 3 തരത്തിലുള്ള ആൻസേഴ്സ് എഴുതാൻ പറ്റും. അതായത് ആദ്യം നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ? 5 × 2 × 3 × 7 × 2 × 2 × 2 3 × 3 × 2 × 5 എന്ന് പറയുന്ന അങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്താണ്? അതുപോലെ 2 × 2 × 2 × 2 × 3 × 3 × 3 × 5 × 5 × 7 അങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റിട്ട് എഴുതണമെങ്കിൽ എന്താ 2⁵ 5 × 3⁵ 3 × 5⁵2 × 7 എന്ന് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ട്സ് എഴുതാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിലെ ചോദ്യമാണ് ബി ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് 3 ക്യാൻ ബി ഡിവൈഡഡ് ഈസ് അബവ് ദ പ്രൊഡക്റ്റ്. അതായത് മുകളിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ 3 ഗ്രേറ്റസ്റ്റ് പവർ ആയിട്ടുള്ളത് പറയുമ്പോൾ അതായത് 3:3 ആണ്. അതായത് 3:3 എന്ന് പറയുന്നത് 3 × 3 × 3 ആണ്. അപ്പോൾ 3 × 3 × 3 എന്ന് പറയുന്നത് എന്താണ്? 27 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 3:3 എന്ന് എഴുതിയാലും 27 എന്ന് എഴുതിയാലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന് മാർക്ക് ലഭിക്കുന്നതാണ്. അതിലെ സി ക്വസ്റ്റ്യൻ ഹൗ മെനി സീറോസ് ആർ ദർ അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 5 to 10. അതായത് 5 to 10 എന്ന് പറയുന്നതിൽ എത്ര സീറോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക? അതായിരിക്കും 2 സീറോസ് ആയിരിക്കും ഉണ്ടാവുക. Then activity 5, write the 72 as the product of the powers of prime numbers. അതായത് പ്രൈം നമ്പേഴ്സിൽ 72 എന്ന് പറയുന്നത് പ്രൊഡക്റ്റായി വരുന്ന ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്? അതായത് ഏതൊക്കെയാണ്? 2 × 2 × 2 × 3 × 3 അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 72 ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് 2⁵3 × 3⁵2 എന്ന് അങ്ങനെയും എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡിൽ നിങ്ങൾ ഏത് രീതിയിൽ എഴുതിയാലും അത് കറക്റ്റാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് all the factors of 72. അതായത് 72വിൻ്റെ എല്ലാ ഫാക്ടേഴ്സും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് 72വിൻ്റെ ഉള്ളത്? അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. അല്ലെങ്കിൽ 72വിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1 2 3 4 6 8 9 12 18 24 36 72. അപ്പോൾ ഇതൊക്കെ എന്താണ്? 72വിൻ്റെ ഫാക്ടേഴ്സ് ആണ്. ദെൻ സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 8 ഫാക്ടേഴ്സ്. അതായത് ഈ ഫോളോയിൽ 8 ഫാക്ടേഴ്സായി വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് 22 × 23 ആണ്. Then activity 6 എന്ന് പറയുന്നത് 729 is written as the powers of different numbers. Fill in the missing ones. അതായത് 729 എന്ന് പറയുന്നത് 27 ക്യൂബിൻ്റെ എന്താണ്? പ്രൊഡക്റ്റ് ആണ്, നമുക്കറിയാം പവർ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള 729 വരുന്ന പവറായി വരുന്ന ഏതൊക്കെയാണ്? അതായത് 10⁻3ഉം അതുപോലെ 3⁻6ഉം ഒക്കെ 729 വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുറച്ച് നമ്പേഴ്സ് അവിടെ എഴുതാൻ പറ്റും. 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. then അടുത്തത് ബി ക്വസ്റ്റ്യൻ simplify 96 by 128 by written in exponential form. അതായത് 96 125 സിംപ്ലിഫൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതായത് 96 by 128 എന്ന് പറയുന്നത് 3 × 25 3 × 2⁵5 എന്നും എഴുതാൻ പറ്റും. by 27 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 3/4 എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് 3/4
1/4 എന്നും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് ചെയ്യാനും കറക്റ്റാണ്. ദെൻ സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഹാഫ് ഓഫ് 4/6. അതായത് 4/6 ഹാഫ് എന്ന് പറയുന്നത് ഇതിൽ അതായത് കൊടുത്തിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 4/6 ഹാഫ് എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. അതായത് 2/11 ആണ് 4/6 ഹാഫ് എന്ന് പറയുന്നത്. ദെൻ ആക്ടിവിറ്റി 7 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ടാങ്ക് ഫിൽഡ് ടു ഇറ്റ്സ് 2/3 പാർട്ട് ഇറ്റ്സ് കണ്ടെയ്ൻ 1000 liters ഓഫ് വാട്ടർ. അതായത് ഒരു ടാങ്കിൽ 2/3 ചെയ്യുമ്പോൾ 1000 liters വെള്ളം അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ വിൽ ബി ടേക്ക് വെൻ ഇറ്റ് ബിക്കംസ് ഫുൾ? അതായത് അത് ഫുള്ളാകുമ്പോൾ എത്ര ലിറ്റർ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ലിറ്റർ വേണം? അതായത് 1000 ആണെങ്കിൽ അത് ഫുള്ളാവണമെങ്കിൽ 1500 ലിറ്റർ വേണം. 1500 liters വേണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1500 liters ആണ്. അതായത് അതിൽ ബി ക്വസ്റ്റ്യൻ റൈറ്റ് എ റെക്ടാങ്കിൾ ഹാസ് എൻ ഏരിയ ഓഫ് 12 1/2 square meters ആൻഡ് ബ്രെഡ്ത്ത് 1 1/4. വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത്? അതായത് 12 1/4 എന്ന് പറയുന്ന സ്ക്വയർ, അതായത് ഏരിയ റെക്ടാങ്കിൾ ഹാസ് ഏരിയ ഓഫ് 12 1/2 square meters അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 1/4 ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 meters എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഈസ് ഈക്വൽ ടു 10 meter. ഓക്കെ, ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് which is the decimal form of 1/3 all raised to 1/2 all raised to 3. അതായത് 1/2 all raised to 3 എന്ന് പറയുന്ന ഡെസിമൽ ഫോം. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അതായത് 3 ഡെസിമൽ, അതായത് 3 കഴിഞ്ഞിട്ട് 3 പ്ലേസ് വാല്യൂ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പോയിന്റ് എഴുതാൻ. അപ്പോൾ അതിൻ്റെ കറക്റ്റായി നമ്മൾ ഡെസിമൽ ഫോം നോക്കുകയാണെങ്കിൽ അതിൽ ഡി ആയിരിക്കും. അതായത് 0.125 ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ സിയുടെ കറക്റ്റ് ആൻസർ ഡി ആണ്, 0.125. ദെൻ ആക്ടിവിറ്റി 8 ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഡ്രോ ദിസ് പിക്ചർ വിത്ത് ദിസ് ഗിവൺ മെഷർമെൻറ്റ്സ് ബ്യൂട്ടിഫൈ ബൈ ഷെയ്ഡിങ് സ്യൂട്ടബിളി. അതായത് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത് കറക്റ്റായിട്ട് അതായത് 8 centimeter ഒക്കെ വരച്ചിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ മെഷർമെൻറ്റിൽ ഈ പിക്ചർ വരക്കാനാണ്. അതുപോലെ തന്നെ അതിന് ഷെയ്ഡ് ചെയ്യുക കറക്റ്റായിട്ട്. അപ്പോൾ അത് നിങ്ങൾ വരയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പുകളിലോട്ടൊന്നും ആൻസേഴ്സ് കടക്കാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.